യൂണിയനുകളെ കുറിച്ച് CPIM അടക്കം പറയുന്നത് ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകൾ പാർട്ടിയുടെ അനുബന്ധ സംഘടനകളല്ല, അത് സ്വതന്ത്രമായ പരിപാടികൾക്ക് വേണ്ടി തൊഴിലാളി വർഗത്തിന്റെ ഇത്തരം സമരങ്ങളൊക്കെ നയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികൾ ഉണ്ടാക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് ട്രേഡ് യൂണിയനുകളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. അത് ആ വഴിക്ക് നടക്കട്ടെ. ഇപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ BM സ്പെസിഫിക് ഇഷ്യൂയിലേക്ക് വരുന്നതിന് മുമ്പ് കുറേ ദിവസങ്ങളായിട്ട് ഇവർ നടത്തുന്ന ഈ ഒരു ആക്ഷേപം ഉണ്ടല്ലോ മറ്റൊന്ന്. ഇപ്പോൾ BMS എന്ന് പറയുന്ന തൊഴിലാളി സംഘടനയുമായിട്ട് CITUവും AHUCയും അടക്കമുള്ള ഇടതുപക്ഷ സംഘടനകളും ഒക്കെ സഹകരിച്ചുകൊണ്ടുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോം പലപ്പോഴും ഉണ്ട് താനും. ദേശീയ പണിമുടക്കുകളിലടക്കം BMS സഹകരിച്ചിരുന്നു. 2014 BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം യാതൊരു തരത്തിലും ഈ AHUC CITU സംഘടനകളുമായിട്ട് BMS മിക്ക സമരങ്ങളിലും സഹകരിക്കുന്നില്ല, ദേശീയ പണിമുടക്കുകളിൽ സഹകരിക്കുന്നില്ല. അത് 2012 കടന്ന് ദേശീയ പണിമുടക്കിൽ BMS അടക്കമാണ് മുദ്രാവാക്യം വിളിച്ച് ഈ സംഘടനകളൊക്കെയാണ് മുൻറ്റുമില്ല. കാരണം എന്താ, തെരഞ്ഞെടുപ്പുകളിലെ കക്ഷി രാഷ്ട്രീയ പ്രശ്നങ്ങളെ തൊഴിലാളി വർഗത്തിന്റെ ന്യായമായ കൂട്ടായ വിലപേശലുകൾക്ക് വേണ്ടി അവർ കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളെ മറന്നുകൊണ്ട് ട്രേഡ് യൂണിയനുകൾ ഒരു മുന്നണിയായിട്ട് രാഷ്ട്രീയ നിലപാട് മുന്നോട്ട് വയ്ക്കുകയാണ്. എല്ലാ ഇടതുപക്ഷ തൊഴിലാളി യൂണിയൻ സമരത്തിൽ എത്തുമ്പോൾ മാത്രം ഒരു വിചിത്രമായ പരിപാടികളായിട്ട് വരുന്നു. അത് കേരളത്തിൽ വേറൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണല്ലോ. കേരളത്തിൽ CPIM അല്ല, കേരളത്തിൽ CPIM പറയുന്ന ഒരു പ്രത്യേക പാർട്ടിയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതിന് കമ്മ്യൂണിസവും ഇല്ല, അതിന് മറ്റൊരു കാരണവുമില്ല. അതായത് അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്ന് കേന്ദ്രത്തിൽ പറയുമ്പോൾ ഇവിടെ അദാനിയുടെ ബലൂൺ പിണറായി വിജയൻ അവരുടെ മുഖ്യമന്ത്രി. ഇതാണ് ഇവർ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ പാഠം അവരെ പഠിപ്പിക്കാനാണ് നിൽക്കുന്നത്. ലജ്ജാരഹിതരായ വെറുതെ വർത്തമാനം പറഞ്ഞുകൊണ്ട് ഒരു ദിവസം 232, 250 രൂപയും കൂലി കിട്ടുന്ന സാധാരണക്കാരായിട്ടുള്ള സ്ത്രീകളോട് നിങ്ങൾ ആദ്യം കേന്ദ്ര സർക്കാരിനോട് സമരം ചെയ്ത് തുറസ് വാങ്ങുക, അത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഓർത്തഡോക്സ് സഭയുടെ ആരോഗ്യമന്ത്രിയും ഞങ്ങളുടെ കാരണഭൂതനും കൂടി നിങ്ങൾക്ക് കുറച്ച് കാശ് കൂട്ടി തരുന്നതിനെ കുറിച്ച് അപ്പോൾ അതിന് സൗകര്യമില്ല എന്ന് പറഞ്ഞ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഈ കേരളത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി ഇവിടെ തരാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. മറ്റേ സമരം നമ്മൾ CITUവും AHUCയും കേന്ദ്ര സർക്കാരിനെതിരെ ഒരു വിശാല പ്ലാറ്റ്ഫോമിൽ ചെയ്യാമെന്ന് പറയുന്നത് സംഘടനകൾ പറയുന്നത്, അപ്പോൾ അവരെ അധിക്ഷേപിക്കുന്നു, കൃമികീടങ്ങൾ എന്ന് വിളിക്കുന്നു, സാംക്രമിക രോഗം പരത്തുന്നവരെന്ന് വിളിക്കുന്നു, അവരെ സമരം ചെയ്യുന്നവരാണെന്ന് വിളിക്കുന്നു. വിഴിഞ്ഞം തുറമുഖം കേരളത്തിൽ വേണ്ടിയിട്ട് ഈ CPIMന്റെ വലിയ നേതാക്കന്മാരായിട്ടുള്ള ആനാവൂർ നാഗപ്പനടക്കമുള്ള ആളുകൾ BJP നേതാക്കന്മാരടക്കം ഘോരഘോരം പ്രസംഗിച്ച് ഇവർ മറന്നില്ലേ? അദാനിക്ക് സാംസ്കാരിക തൊമ്മികളുടെ സംയുക്ത പ്രസ്താവന ഇറക്കുന്നതിനൊന്നും ഇവർക്ക് അവസ്ഥയൊന്നും ആയി മാറിയില്ല. അപ്പോഴൊന്നും ഇത് BJP സ്പോൺസേഡ് സമരമാറിയില്ല. കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെയും എറിഞ്ഞു കൊടുക്കുന്ന എച്ചിൽ കഷ്ണങ്ങൾക്കും എല്ലും കഷ്ണങ്ങൾക്കും വേണ്ടി സംയുക്ത സമര ഐക്യം CPIM ഖബരിവാറും ഒക്കെ ഉണ്ടാക്കിയപ്പോൾ അത് തിരുവനന്തപുരത്തെ എല്ലാ ചാനലുകൾക്കും മുമ്പിൽ നിന്ന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ആവശ്യമായിരുന്നില്ല, ഫാഷിസത്തിനെതിരെയുള്ള രാഷ്ട്രീയ വിശുദ്ധി ആവശ്യമായിരുന്നില്ല. ആകെ കൂടി തങ്ങളുടെ 230 രൂപയും 250 രൂപയുമുള്ള കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കുറഞ്ഞ ഇടതുപക്ഷ സർക്കാർ, അങ്ങനെയാണല്ലോ ഇവർ അവകാശപ്പെടുന്നത്. ഈ ഇടതുപക്ഷ സർക്കാർ ഞങ്ങൾക്കൊന്ന് കൂട്ടിത്തരണം, വിശാലമായി കേന്ദ്രത്തിനെതിരെയുള്ള സമരം നമുക്ക് ഒരുമിച്ച് ആദ്യം അവിടെ പോയി സമരം ചെയ്യേ, മന്ത്രി ഇടയ്ക്കൊന്ന് വന്ന് കേരള ഭവനിൽ നിന്ന് സന്ദർശിച്ച് നിങ്ങളെ ഒന്ന് ഇടയ്ക്കൊന്ന് വന്ന് തൊഴിലാളി വർഗ രാഷ്ട്രീയമാണ്. തൊഴിലാളി വർഗ രാഷ്ട്രീയം എന്ന് പറയുന്നത് ആരെ ചെയ്യിക്കുന്നതല്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.